മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസിന്റെ അതായത് മെയ് 2 നടന്ന പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ ഇതാ വന്നേക്കുകയാണ്. ഉടൻ തന്നെ സെക്കൻഡ് ഫേസിന്റെ തേർഡ് ഫേസിന്റെ ഫൈനൽ ആൻസർ കീ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത മാസം ഒരു ജൂലൈ 10-നകത്ത് വെച്ച് നമുക്ക് പ്രിലിംസിന്റെ റിസൾട്ടും വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിനുശേഷം സെപ്റ്റംബർ മാസം മെയിൻസ് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ അനാലിസിസിലേക്ക് നമുക്ക് പോവാം. എടാ, ഫസ്റ്റ് ഫേസിനകത്ത് 2 ഡിലീഷനും 4 ആൻസർ ചേഞ്ചുമാണ് വന്നേക്കുന്നത്. 2 ഡിലീഷൻ പിന്നെ 4 ആൻസർ ചേഞ്ച്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ കാണുന്നതാണ്. അപ്പൊ നേരെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകുമ്പോൾ അവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത്, ഞാനിപ്പോ നോക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് എ ആണ് കേട്ടോ. ഇവിടെ യെസ് ദാ കിടപ്പുണ്ട്. 15ാമത്തെ ക്വസ്റ്റ്യൻ ജോഗ്രഫിയിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഐഡന്റിഫൈ റോങ് പെയർ ഫ്രം ദ ഗിവൺ ലേക്സ് ഓഫ് കേരള. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ഡിലീറ്റ് ആവേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം കേരളത്തിലെ കായലുകളിൽ റോങ് പെയർ ഏതാണ്? ഇവിടെ ഫസ്റ്റ് പൂക്കോട് നോക്കുകയാണെങ്കിൽ പൂക്കോട് എവിടെ സ്ഥിതി ചെയ്യുന്നത്? വയനാടാണ്. ഏനമുക്കൽ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. മൂര്യാട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. മനക്കുടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ ഇതിനകത്ത് ആൻസർ ഒന്നും തന്നെ ഇല്ല. സോ ആ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡിലീഷൻ ഈ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് അങ്ങോട്ട് പോകുമ്പോൾ ബാക്കി അടുത്തൊന്നും വേറെ ഡിലീഷൻ ഒന്നും ഇല്ല. മാത്സിൽ ഡിലീഷൻ ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, അതിനുശേഷം വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ഇതാ കിടപ്പുണ്ട്. 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 49ാമത്തെ ക്വസ്റ്റ്യൻ സത്യത്തില് നേരത്തെ തന്നതും കറക്റ്റ് ആൻസർ തന്നെയായിരുന്നു. പക്ഷെ അവിടെ ഒരു ആൻസർ ചേഞ്ച് ഉണ്ട്. ഒരു സ്വാഭാവിക വനത്തിന് പകരം മേഘവിള തോട്ടങ്ങൾ മാത്രമുള്ള തോട്ടം ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുകയും 2 വർഷത്തിനുള്ളിൽ കീടങ്ങളുടെ ആക്രമണം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഏറ്റവും സാധ്യതയുള്ള കാരണം എന്താണ്? നേരത്തെ തന്ന ആൻസർ ജീവി വർഗ്ഗങ്ങളുടെ വൈവിധ്യം കുറച്ചു. പക്ഷെ പുതിയ ആൻസർ ഫൈനൽ ആൻസറിൽ വന്ന ആൻസർ ഇതായിരുന്നു. വിളകളുടെ ജനിതക ഏകത കാരണം വർദ്ധിച്ച അപകട സാധ്യത. C ആണ് അവർ ആൻസർ എടുത്തത്. ബിയും ആൻസർ വരേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ഡിലീഷനും ആൻസർ ചേഞ്ചും വരുന്നത്, മാത്സിൽ ഒരു ആൻസർ ചേഞ്ചോ ഡിലീഷനോ ഒന്നുമില്ല കേട്ടോ. അടുത്ത് വരുന്നത് ഇവിടെ 70 വരെ ഓക്കെയാണ്. യെസ്, 73ാമത്തെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്? നേരത്തെ തന്ന ആൻസർ എ ആയിരുന്നു. വി കെപ്റ്റ് അവേ ഫ്രം ദ ക്ലാസ്. അത് ശരിയല്ലേ? വി കെപ്റ്റ് അവേ ഫ്രം ദ ക്ലാസ്. പക്ഷെ ഇപ്പോ പുതിയ ആൻസർ വന്നിരിക്കുന്നത് ബി ആണ്. വി കെപ്റ്റ് അവർ സെൽഫ്സ് അവേ ഫ്രം ദ ക്ലാസ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ നോക്കാം. അവിടെ ഒരു ആൻസർ ചേഞ്ച് ഉണ്ട്. എ മാറി ബി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എ കറക്റ്റ് തന്നെയാണ്, തെറ്റൊന്നുമല്ല. അതിനുശേഷം അടുത്ത് വരുന്നത് യെസ് 83 അവിടെ ഒരു ഡിലീഷൻ ആണ് വന്നിരിക്കുന്നത്. ഐഡന്റിഫൈ ദ എറർ ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. ദ ഫയർ ഫൈറ്റേഴ്സ് വി ആർ വെൽ എക്വിപ്ഡ് വിത്ത് ദ ലേറ്റസ്റ്റ് മെത്തേഡ്സ്. വിത്ത് ദ ലേറ്റസ്റ്റ് മെത്തേഡ്സ് ആണ്, പക്ഷെ ഇവിടെ വിത്ത് ലേറ്റസ്റ്റ് മെത്തേഡ്സ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നേരത്തെ ആൻസർ തന്നിരിക്കുന്നത് എ ആയിരുന്നു. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ഒരു ആൻസർ ചേഞ്ച് വരുന്നത് 89ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ് വേർഡ്, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പോൾ അവിടെ നേരത്തെ ആൻസർ തന്നത് എ ആയിരുന്നു. കറക്റ്റ് ആൻസർ സി ആണ്. അവിടെ ആൻസർ മാറിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ? അതിനുശേഷം അടുത്ത മലയാളത്തിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 93ാമത്തെ ക്വസ്റ്റ്യൻ. സോ 93ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നേരത്തെ സി ആണ് തന്നത്, പക്ഷെ പുതിയ ആൻസർ മാറിയിട്ടുണ്ട്. എ ആൻസർ എടുത്തു. അവൻ എന്റെ അടുത്ത് വന്ന് ഒരാഴ്ചക്കുള്ളിൽ അവന്റെ കടം തിരിച്ചടയ്ക്കാമെന്ന് എനിക്ക് ഉറപ്പ് തന്നു. യെസ്, കറക്റ്റ് ആണ്, തെറ്റൊന്നുമില്ല. അങ്ങനെ ഫസ്റ്റ് ഫേസ് നോക്കുമ്പോൾ 2 ഡിലീഷൻ 4 ആൻസർ ചേഞ്ച് ആണ്. ഇപ്പൊ നോർമലി നോക്കുകയാണെങ്കിലാണ് ഒരു 5% എററൊക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും കേട്ടോ. PSC പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ഒരു 5% എററൊക്കെ ഉണ്ടാകും. ഒരു ഡിഗ്രി പ്രിലിംസ് എനിക്ക് തോന്നുന്നു 16 ക്വസ്റ്റ്യനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ബെറ്റർ. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആൻസർ ആണ്, പക്ഷെ മാറ്റിയെടുത്തിട്ടുണ്ട്. പോട്ടെ, കുഴപ്പമില്ല. അപ്പൊ ഇവിടെ ഇനി അങ്ങോട്ടെല്ലാം റിസൾട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. റിസൾട്ട് എന്ന് വരും, അതിനുശേഷം പഠിച്ചു തുടങ്ങാം മക്കളെ. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, കാത്തിരിക്കരുത്. നമുക്ക് മെയ് ഏത് മാസത്തിൽ നമുക്ക് മെയിൻസ് എക്സാം പ്രതീക്ഷിക്കാം? മെയിൻസ് എക്സാം നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ പ്രതീക്ഷിക്കാം. കാരണം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് മെയിൻസ് നടക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് എത്ര ദിവസം ഉണ്ടാകും? ഇനി അങ്ങോട്ട് നമ്മുടെ മുമ്പിൽ ഒരു 75 ദിവസമുണ്ട്. ഈ 75 ദിവസത്തെ 3ആയിട്ട് തിരിക്കുകയാണ്. ഫസ്റ്റ് 25, സെക്കൻഡ് 25, സെക്കൻഡ് 25. അപ്പൊ ഇവിടെ 100 മാർക്കാണെങ്കിൽ 33%, 33%, 33%, 1% ഞാൻ പോട്ടെന്ന് വെച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ റിസൾട്ട് വരാനായിട്ട് അടുത്ത മാസം ജൂലൈ മാസം ഒരു 10, 15 ആ സമയത്തൊക്കെ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ 25 ദിവസത്തിനകത്തായിരിക്കും റിസൾട്ട് വരുന്നത്. അപ്പൊ കുറെ ആൾക്കാർ വിചാരിക്കുന്ന റിസൾട്ട് വന്നതിന് ശേഷം പഠിക്കാം. അപ്പൊ മക്കളെ, നിങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷം പഠിക്കുമ്പോൾ നിങ്ങൾ 66% മാത്രമേ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ കോമ്പറ്റീറ്റർ ആണെങ്കിലോ അവൻ ഈ ഉള്ള 33%ന്റെ അഡ്വാൻറ്റേജ് നിങ്ങളെക്കാളും പെർഫോമൻസിൽ കൂടുതലായിരിക്കും. അത് മനഃപൂർവ്വം നിങ്ങൾ തോറ്റു കൊടുക്കണം.
പോയിട്ട് മനഃപൂർവ്വം തോറ്റു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. വലിയ കട്ട് ഓഫ് ഒന്നും കയറത്തില്ല. കാരണം കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പ്രിലിംസിന്റെ റിസൾട്ടിനകത്ത്, അതായത് ആ റാങ്ക് ലിസ്റ്റിനകത്ത് എത്ര ആളുണ്ടായിരുന്നു അറിയാം? 50,000 പേരാണ്. 50,000 പേര്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ 38,000 ആൾക്കാരാണ്. ആകെപ്പാടെ 3,95,000 ആൾക്കാരാണ് അപ്ലൈ ചെയ്തത്. 2.25 ലക്ഷം ആൾക്കാരായിരിക്കും മാക്സിമം എഴുതിയേക്കുന്നത് പരീക്ഷ. അതിന് എത്ര പേര് പഠിച്ചിട്ട് ബുക്കാണ്? ആ പഠിച്ചിട്ട് പോയ എല്ലാവരും എന്തായാലും ഈ ലിസ്റ്റിനകത്ത് വരും. ഓക്കെ, അപ്പോൾ വലിയ കട്ട് ഓഫ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു 40, ചിലപ്പോൾ അതിലും നന്നായിട്ട് താഴും. അപ്പോൾ 4,000 വേക്കൻസിയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഫില്ല് ചെയ്യാൻ പോകുന്ന, ഗ്രേഡ് 1 ഗ്രേഡ് 2 കൂടെ ചേർത്തിട്ട്. അതൊരു ചെറിയ വേക്കൻസി അല്ല. ബാക്കിയുള്ള എല്ലാ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ കൂടെ ചേർത്തെടുത്താൽ പോലും ഇതിന്റെ 1/3 വേക്കൻസി പോലും ഇല്ല. അപ്പോൾ ഈ സാധ്യത മിസ്സാക്കരുത്. ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു അടിപൊളി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, നല്ല സപ്പോർട്ടുള്ള ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിന്റെ ഡിഗ്രി മെയിൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID, ഈ 3 നോട്ടിഫിക്കേഷൻസിനായിട്ട് ഒരു ബാച്ച്, ദെൻ സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ചെയ്ത ഈ 3 പരീക്ഷകൾക്കായിട്ട് മറ്റൊരു ബാച്ച്, അങ്ങനെ 2 ബാച്ചാണ് ഞങ്ങൾക്കുള്ളത് ഡിഗ്രി മെയിൻസിനായിട്ട്. അപ്പോൾ അതിനകത്ത് നല്ല ക്ലാസ്സസ് ആയിരിക്കും, നല്ല നോട്ട്സ് ആയിരിക്കും, നല്ല അടിപൊളി മോട്ടിവേഷൻ സെഷൻ ആയിരിക്കും, കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് സെഷൻ ഒക്കെ ആയിരിക്കും. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇനി താമസിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, അല്ലെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ആ ബാച്ച് കാണാൻ പറ്റും. ജോയിൻ ചെയ്തോ, താമസിക്കേണ്ട. അപ്പോൾ നന്നായിട്ട് പഠിച്ചോ. ഇനി ശ്രമിച്ചാലും ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, ഉറപ്പായിട്ടും കൊണ്ടുവരാൻ തന്നെ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് പഠിച്ചോ. ക്ലാസ്സിൽ